ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ വാലാഹ്. അമ്മാ ബഅദ്. നമ്മൾ തസ്രീഫുൽ അഫ്ആലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തസ്രീഫുൽ അഫ്ആലിൽ ഒന്നാമത്തെ കഴിഞ്ഞു മാദി മുദാരി അംർ, രണ്ടാമത്തേത് സഹീഹ് മുഅത്തൽ, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സഹീഹ് മുഅത്തൽ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു നമ്മൾ മാദി മുദാരി അംറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് കാര്യം പഠിച്ചിരുന്നു അവിടെ. ഒന്ന്, എങ്ങനെ മാദീനെ മുദാരിയാക്കാം, മുദാരീനെ എങ്ങനെ അമ്രാക്കാം. രണ്ടാമത്തേത്, മാദിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ടേബിളുകൾ പഠിച്ചിരുന്നു. അപ്പോൾ മാദിയാണ് ഫഅല, ആ ഫഅലനെ 14 രൂപത്തിലേക്ക് ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന, ഇങ്ങനെ ആ പ്രവൃത്തി ചെയ്ത ആൾ എന്ന് പറഞ്ഞാൽ ഫാഇൽ മാറുന്നതിനനുസരിച്ച് ആ മാദി തന്നെ പല രൂപത്തിലേക്ക് മാറുന്ന ടേബിളുകൾ, അത് ഓരോ മാദിക്കും ഓരോ വസ്നിന്, മാദിയിൽപ്പെട്ട ഓരോ വസ്ന്, എത്ര വസ്നുണ്ട്? 19 ഉണ്ട്. ഈ 19 എണ്ണത്തിൽ ഓരോന്നിൻ്റെയും 14 രൂപങ്ങൾ വരുന്ന ടേബിൾ പഠിച്ചിരുന്നു നമ്മൾ. 19 ടേബിൾ ഇത്രയും നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ മുദാരിൻ്റെ പഠിച്ചിരുന്നു. അപ്പോൾ ഇതിൽ രണ്ട് വിഷയങ്ങളിലും ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, മാദി മുദാരിയാക്കുക, അമ്രാക്കുക, ഈ മാറ്റം. രണ്ടാമത്തത്, മാദി തന്നെ അത് ചെയ്ത ആളുടെ എണ്ണത്തിനനുസരിച്ച്, അതുപോലെ ലിംഗത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ അല്ലേ. അതിന് നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ, ഇത്തിസാലു ദമീർ അവിടെ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന ടേബിളാണ്. അതാണ് ഈ ടേബിളുകൾ സത്യത്തിൽ. ഇപ്പോൾ ഫഅല എന്നുള്ളത് ഫഅല എന്നാകുമ്പോൾ എന്താ സംഭവിച്ചത്? ഫഅലിൻ്റെ ശേഷം ഒരു അലിഫ് വന്നു. ഈ അലിഫ് എന്താണ്? 2 പേർ എന്ന് പറയുന്ന പ്രോനൗണാണ് അല്ലേ. 2 പേര് എന്നാണ് ആ ഒരു അലിഫ്. സാധനം ചെറുതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്? 2 പേരെന്നാണ് അർത്ഥം. അലിഫ് എന്നുള്ള ആ ഒരു അക്ഷരത്തിൻ്റെ അർത്ഥം 2 പേര് എന്നാണ്. അപ്പോൾ ഈ 2 പേര് എന്നൊക്കെ പറയുന്നത് എന്താ ശരിക്ക്? പ്രോനൗണല്ലേ. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അല്ല മറ്റു ഭാഷകളിലൊക്കെ മലയാളത്തിൽ അവർ 2 പേർ എന്ന് പറഞ്ഞാൽ അതൊരു സർവ്വനാമല്ലേ, ഒരാളെ ഇൻഡിവിജ്വലിൻ്റെ നാമല്ലല്ലോ. അത് പല ഇൻഡിവിജ്വൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോനൗണല്ലേ. അപ്പോൾ ഈ ദമീറുകൾ കൂടി വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ടേബിളുകൾ. അപ്പോൾ ഈ 2 കേസാണ് നമ്മൾ പഠിച്ചത് മാദി മുദാരി അമ്രിൽ. ഒന്ന്, മാദി എങ്ങനെ മുദാരിയാക്കാം, മുദാരീനെ എങ്ങനെ അമ്രാക്കാം. രണ്ടാമത്തത്, മാദിയും മുദാരിയും അമ്രും അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ദമീറുകൾ വരുന്നതനുസരിച്ച് വരുന്ന ടേബിളുകളുണ്ട് അല്ലേ, തസ്രീഫുകളുണ്ട്. അതിന് തസ്രീഫ് എന്ന് തന്നെ പറയാം. ഞാൻ പറയില്ല, തസ്രീഫ് എന്ന് പറഞ്ഞാൽ എല്ലാ മാറ്റത്തിനും തസ്രീഫ് എന്ന് പറയാം. അപ്പോൾ ഈ 2 സന്ദർഭങ്ങളിലും സഹീഹും മുഅത്തലും വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിക്കുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ സഹീഹായ ഫീലുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ മുഅത്തലിൽ ചില പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ നോക്കാം. എന്താണത്? മാദി മുദാരി ആക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അമ്രാക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അത് മുദാരി പോലെ തന്നെയാണ് അമ്ര. ചില ആളുകൾ എത്രത്തോളം ചില അമ്ര എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അറബിയിൽ എന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. അമ്ര എന്ന് പറഞ്ഞാൽ മുദാരീൻ്റെ ഒരു ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ മാദി മുദാരി ആക്കുമ്പോൾ ഈ മുഅത്തലുകൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ സ്വഹീഹിന് ഒന്നും സംഭവിക്കാനില്ല. അതുപോലെ തന്നെ മുഅത്തലിൽ നമ്മൾ പലതും പറഞ്ഞു. മിസാലുണ്ട്, അജ്വഫുണ്ട്, പിന്നെ അതിന് മുമ്പ് സ്വഹീഹ് തന്നെ എത്ര ഉണ്ട്? അല്ല, സ്വഹീഹ്, സാലിം, മഹ്മൂസ്, മുദഅഫ്, ഇതിനൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. എന്താണുള്ളത്? ആകെ ഉള്ളത് എന്താണ്? ഞാൻ പറയാം, ഓരോന്നായിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് ആകെ മൊത്തം പഠിക്കാനുള്ളത് ഒന്ന് സ്വഹീഹ്, സാലിം അല്ലേ, സാലിം. 2, മഹ്മൂസ്, അലിഫ് കൊടുക്കുക, സാലിം, അൽ മഹ്മൂസ്, അൽ മുദഅഫ്, പിന്നെ ഇത് 3 സഹീഹാണ്. പിന്നുള്ളത് മിസാൽ, അൽ മിസാൽ, അൽ അജ്വഫ്, അന്നാഖിസ്, പിന്നെ അൽ ലഫീഫ്. 2 ലഫീഫില്ലേ? അൽ ലഫീഫും അൽ മഫ്റൂഖ്, പിന്നെ അൽ ലഫീഫ് അൽ മഖ്റൂൻ, മജ്മൂഅ് എന്നും പറയാറുണ്ട്. ഇത്രയാണുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ആകെ പ്രശ്നം വരുന്നത് മിസാലിലാണ്.
മിസാലിനെ മുലാരി ആക്കുമ്പോൾ എന്തുണ്ടാവും? അതിന് മുമ്പ് സാലിമിന് ഓരോന്നൊരു ഉദാഹരണം പറഞ്ഞു പോവാം. സാലിമിനൊരു ഉദാഹരണം ദഹബ. എന്താ മുലാരി? യദ്ഹബ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു മാറ്റമില്ല, അതങ്ങനെ തന്നെ. അതുപോലെ ബാക്കിയുള്ള നമ്മൾ പഠിച്ച 19 വസനിൻ്റെയും അങ്ങനെ തന്നെ ആയിരിക്കും, ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. മഹ്മൂസ് ആണെങ്കിലോ ഉദാഹരണം അക്കല, മുലാരി യക്കുലു, പ്രശ്നമൊന്നുമില്ല. അടുത്തത് മദ്ദ. എന്താ മദ്ദ എന്ന് പറഞ്ഞാൽ? നീട്ടി. യമുദ്ദു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. മിസാലിന് ഉദാഹരണം വജദ. എൻ്റെ മുതാരി എന്താ? യജിദു. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പ്രശ്നം? ശരിക്കും യൗജിദല്ലേ വേണ്ടിയിരുന്നത്. വജദ എന്നുള്ളത് ഏത് ബാബിൽ പെട്ടതാ? നമ്മൾ 6 ബാബ് പറഞ്ഞു. മാദി മുതാരി ആക്കുമ്പോൾ സുലാസി ആണെങ്കിൽ അതിന് തന്നെ 6 ബാബുകളുണ്ട്. ദറബ യദ്രിബു, നസറ യൻസുറു, അങ്ങനെ 6 ഉണ്ടല്ലോ. അതിലേതാണ് വജദ? ദറബ യദ്രിബു. അപ്പോൾ വേണ്ടിയിരുന്നത് എന്താണ്? വജദ യൗജിദാണ് വേണ്ടിയിരുന്നത് അല്ലേ? ഇങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഈ വാവ് പോയി. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. ഈ മിസാലിലൊരു പ്രശ്നമുണ്ട്. മിസാലിൻ്റെ മുലാരി ഉണ്ടാക്കുമ്പോൾ എല്ലാ മിസാലിനും പ്രശ്നമല്ല. ഉദാഹരണത്തിന് വേറൊരു മിസാല് പറയാം. ഇപ്പം യഈസ. യഈസ ഏതാ ബാബ്? അലിമ യഅലമു. അലിമ യഅലമു, ഹസിബ യഹ്സബു. അതിൻ്റെ മുലാരി എന്തായിരിക്കും? അലിമ യഅലമു. അപ്പം എന്തായിരിക്കും? യഈസ യയഅസു. വലാ തയഅസു മിൻ റൗഹില്ലാഹ്. അപ്പോൾ യഈസൻ്റെ അർത്ഥം എന്താ? അർത്ഥം അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ട്. അറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്നു. നിരാശനായി. യഈസ യയഅസു. അതുപോലെ യബിസ, ഉണങ്ങിപ്പോയി. യയി ബസു, ഉണങ്ങുന്നു. അപ്പോൾ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷേ വജദക്ക് കുഴപ്പമുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? എല്ലാ മിസാലിനും പ്രശ്നമില്ല. പ്രശ്നമുള്ള മിസാൽ എന്താണ്? ഇങ്ങനെ പറയും സർഫിൽ, വാവിയുൽ ഫ ആയിട്ടുള്ള. എന്താ വാവിയുൽ ഫ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഫാ ഉൽ ഫിഅൽ മീസാനിലെ ഫാൻ്റെ സ്ഥാനത്തുള്ള വാവായിരിക്കും. അതിലും പ്രശ്നമില്ലാത്തവരുണ്ട്. ഉദാഹരണത്തിന് വജില. എന്താ വജില എന്ന് പറഞ്ഞാൽ? പേടിച്ച് പറച്ചു. ഖുറാനിലല്ലേ വജിലത്ത് ഖുലൂബുഹും വജില. അതിൻ്റെ മുതാരി എന്താ? വജില ഏതാ ബാബ്? അലിമയാലമു. അലിമയാലമു. അപ്പോൾ മുതാരി എന്തായിരിക്കും? പറഞ്ഞോളേ. യൗ ജലു. അതിന് പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. അപ്പോൾ വാവിയുൽ ഫ ആയിട്ടും പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ 2 കണ്ടീഷനുണ്ട്. ആ രണ്ടും കൂടി ഒത്തു വരുമ്പോഴാണ് പ്രശ്നം വരിക. ഒന്ന് വാവിയുൽ ഫ ആവുകയും ചെയ്യുക. വാവിയുൽ ഫ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റത്തെ അക്ഷരം വാവാവുക. ഫസ്റ്റത്തെ അക്ഷരം വാവ്. അതിൻ്റെ കൂടെ 3 ബാബുകളുണ്ട്. നമ്മളെ ഈ 6 ബാബുണ്ടല്ലോ മാതിൻ്റെ, അതിൽ 3 ബാബിലാണ് പ്രശ്നം. ഇത് അലിമ അലമാണ്, ഇവിടെ അലിമ അലമാണ്. പക്ഷെ ഇവിടെ യാ ആണ്. പറഞ്ഞുതരാം. 2 കണ്ടീഷനുണ്ട്. ഒന്ന് എങ്ങനെ ഇപ്പോൾ എഴുതേണ്ടത്? അങ്ങനെ സിമ്പിളായിട്ട് എഴുതാം. അവലുൽ ഫേലി അല്ലെങ്കിൽ ഫാ ഉൽ ഫേലി എന്ന് എഴുതിയാൽ മതിയോ? ഫാ ഉൽ കലിമ. ഫാ ഉൽ കലിമ. ഫാ ഉൽ കലിമ എന്താണ്? അൽ വാവ്. രണ്ടാമത്തത് 3 ബാബുകളിൽ ഏതെങ്കിലും ഒന്നാവുക. ഒന്ന് അലിമ. അലിമ അലമു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അലിമൻ്റെ ബാബാവുക. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആക്കരുത്. ദഹബ. ദഹബ ബാബുണ്ട്. മൂന്നാമത്തത് ഹസിബ യഹ്സിബു. ഹസിബ യഹ്സിബു. അത് യഹ്സിബു എന്ന് തന്നെ കൂടെ പറയാം അല്ലേ? അല്ലെങ്കിൽ ഹസിബക്ക് 2 ഉണ്ടല്ലോ. ഈ 3 ബാബ് അലിമ യഅലമു, ദഹബ യദ്ഹബു, ഹസിബ യഹ്സിബു,
ഈ രണ്ട് പ്രശ്നം കൂടി വരുമ്പോഴാണ് എന്തുണ്ടാവുക, എന്ത് സംഭവിക്കും? യുഹ്ദഫു അൽ വാവ്, ആ വാവ് കളയും. ഈ രണ്ട് പ്രശ്നം വരുമ്പോൾ ഒന്ന് ഫാഉൽ കലിമ വാവാവുക, രണ്ടാമത്തത് ഈ മൂന്ന് ബാബിൽ ഏതെങ്കിലും ഒന്നാവുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കണ്ട ഉദാഹരണം വജദ, വജദൻ്റെ ഫാ എന്താണ്? വാവാണ്. ഏതാ ബാബ്? ദറബ യദ്രിബു. ദറബയാണ്, ദഹബല്ല, ദറബ. ജസാക്കല്ലാഹ് ഖൈർ. അപ്പോൾ വജദ ഏതാണ് ബാബ്? ദറബ യദ്രിബു. ഈ ബാബിലാവുകയും ചെയ്തു, ഫാ ഉൽ കലിമ വാവാവുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ വാവ് പോയി, വജദ യജിദു ആയി. അതുപോലെ ഇനി ഇതിൻ്റെ ഉദാഹരണം അലിമ അലമുൻ്റെ ഒരു ഉദാഹരണം വസിഖ. വസിഖ എന്ന് പറഞ്ഞത് അർത്ഥം ഉറപ്പിച്ചു, വിശ്വസിച്ചു ഒരാളെ. വസിഖ്തു ബിഹി, ഞാൻ അവനെ വിശ്വസിച്ചു. അതിൻ്റെ അതാണ് സിഖത്ത് എന്നുള്ളതൊക്കെ, സിഖത്തായ ആൾ, വിശ്വസ്തൻ. അപ്പോൾ ഈ വസിഖൻ്റെ ഫ എന്താണ്? വാവാണ്. പിന്നെ ഇതിലേത് ബാബിൽപ്പെട്ടതാണോ? ആണ്. ഏതാണ്? ഹസിബ യഹ്സിബു. ഹസിബ യഹ്സിബു ആണ്. അപ്പോൾ അതിന് മുതാരി എന്തായിരിക്കും? ഇങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്, യൗസിഖു ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് യസിഖു എന്നായി. അടുത്തത് ഈ അലിമൻ്റെ കിട്ടിയില്ലല്ലോ ഉദാഹരണം. ഒരു മിനിറ്റ്. അലിമയാലും ഇല്ലല്ലോ. വരിസ, വരിസ അല്ല, അത് ഹസിബാണ്. ദറബുണ്ട്, ഹസിബ, ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി ഒരു ബാബും കൂടി ഉണ്ടല്ലോ, ദഹബ് തന്നെയാണ്. ദഹബല്ലേന്ന് ആരാ പറഞ്ഞത്? ഞാൻ തന്നെ പറഞ്ഞത്. ദഹബൻ്റെ ഉദാഹരണം വല, വല. വലൻ്റെ മുതാരി എന്താണ്? വല എന്നുള്ളത് ദഹബ ബാബിലാണ്. അപ്പോൾ മുതാരി എന്തായിരിക്കും? അത് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ മുതാരി എന്ന് കിട്ടണം. യൗലഉ. ഇനി നോക്കാം, എന്താണ് ഫാ ഉൽ കലിമ? വാവല്ലേ. പിന്നെ ബാബ് ഏതാണ്? ദഹബ ദഹബു. അപ്പോൾ വല യലഉ. ഈ മൂന്ന് ഫെയിലുകൾ ഓർത്താൽ മതി. വലഅൻ്റെ മുതാരി യലഉ ആണ്, വജദൻ്റെത് യജിദു ആണ്, വസിഖൻ്റെത് യസിഖു ആണ്. ഇത് ഓർത്താൽ മതി. ഫാ ഉൽ കലിമ വാവാണ്. അല്ല, അത് ഇവിടെ അല്ല. അത് ഈ മുമ്പുള്ള അക്ഷരത്തെ പറ്റിയുള്ള സംസാരമൊക്കെ ഇബ്ദാലിലാണ്, അക്ഷരം മാറുന്നത്. അത് ലാസ്റ്റ് അഹ്കാം മുഷ്തറക്ക്. ഇല്ലല്ല, ബിഫോർ എന്താണെന്നുള്ളതൊരു ബന്ധമല്ലേ അതിന്. മുതാരി ആക്കുമ്പോൾ മുമ്പ് എല്ലാത്തിൻ്റെയും മുമ്പ് യാ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഉണ്ടാവും, അതൊരു ഇതിന് ബന്ധം ഉണ്ടാവും. അല്ല, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അത് അവിടെ എത്തുമ്പോൾ നമ്മൾ എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ റോഡ് സൈഡിൽ പച്ചക്കറി വിൽക്കുന്ന പോലെയാണ്. രാവിലെ കച്ചവടം ചെയ്യുന്നു, വൈകുന്നേരം തിന്നുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നാളത്തെ കാര്യം ഇന്നലത്തെ കാര്യമൊന്നും നമ്മളോട് ചോദിക്കരുത്. അപ്പോൾ ഇത് മനസ്സിലായില്ല. ഈ രണ്ട് കാര്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? വാവ് ഹദ്ഫ് ചെയ്യും. അപ്പോൾ ഇത്രയേ പ്രശ്നമുള്ളൂ. ഇത്രയും സാധനങ്ങളിൽ ഈ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഓക്കെയാണ്. മുതാരി ആക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ നോക്കിയിട്ട് പോവാം അല്ലേ. മിസാലിൻ്റെ ഇത്രയും പ്രശ്നങ്ങൾ മിസാലിൽ പെട്ടതാണ്. വജല യൗജലു. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. വശ എന്നുള്ളൊരു ഫേലുണ്ട്. വശ, ഇത് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വശ എന്ന് പറഞ്ഞാൽ എന്താണ്? വശ എന്ന് പറഞ്ഞാൽ പിന്നെ ഷണി പറഞ്ഞു, പരസ്പരം ഇഷ്ടത്തിലുള്ള രണ്ടാൾക്കാരെ അയാളെ പറ്റി മറ്റാളത്ത് പോയിട്ട് നമീമത്ത് പറയാം, കുഴപ്പമുണ്ടാക്കുക. അതാണ് വശ. അതിൻ്റെ മുതാരി എന്തായിരിക്കും? അതിൻ്റെ ബാബ് ഏതാന്ന് പറഞ്ഞുതരാം. ദറബ യദ്രിബു, യശി എന്നായിരിക്കും അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. കാരണം എന്താ? ബാബ് ഇതാന്ന് പറഞ്ഞപ്പോൾ ഇതിൽ പെട്ടു. പിന്നെ വാവ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ലെറ്റർ, ഷി എന്നായിരിക്കും. വക്ക,
വക യക്കി യക്കി അല്ല യക്കി. ഓക്കെ, ശരി. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ മിസാൽ എന്താണെന്നുള്ളത്? ഇനി അജ്വഫിൻ്റെ ഒരു ഉദാഹരണം പറയും. കാല മുതാരി പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ അലിഫ് വാവായിട്ടുണ്ട്, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് പഠിക്കും. മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല, ഹദഫിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നാഖിസ് ദഅ എന്താ മുതാരി? അവിടെ ഒരു യദ്ഉ എന്തെങ്കിലും ഹദഫുണ്ടോ? ദഅ എന്നുള്ളത് യദ്ഉ നാകുമ്പോൾ എന്തെങ്കിലും അക്ഷരം പോയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് അലിഫ് വാവായി എന്നുള്ളത് അത് ഇബ്ദാലിനെ കുറിച്ച് പഠിക്കും ഇൻഷാ അല്ലാഹ്. റഅ കുറച്ച് പ്രശ്നമുള്ള ഒന്ന് നോക്കാം റഅനെ പറ്റി എന്താ പറയുന്നതെന്നുള്ളത്. അടുത്തത് ലഫീഫ് മഫ്റൂഖ്, ലഫീഫ് മക്റൂൻ. ലഫീഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നാഖിസിനെ പോലെ ആയിരിക്കും. കാരണം ലഫീഫ് എന്നൊക്കെ പേരുണ്ടെങ്കിലും എന്താണ് ഫലത്തിൽ? ലാസ്റ്റ് ലെറ്റർ ഇല്ലത്തിൻ്റെ അക്ഷരമായി എന്നുള്ളതല്ലേ. 2 ഉണ്ടോ 3 ഉണ്ടോ എന്നുള്ളത് വിഷയമല്ല. അവസാനത്തെ ലെറ്റർ എന്തായിരിക്കും? ഇല്ലത്തിൻ്റെ അക്ഷരമായിരിക്കും. അത് മഫ്റൂഖാണെങ്കിൽ അവസാനത്തെ 1 ഉണ്ടാവുള്ളൂ, മക്റൂനാണെങ്കിൽ 2 ഉണ്ടാവും. പക്ഷേ ഫലത്തിൽ അത് നാഖിസിൻ്റെ അതേപോലെ ആയിരിക്കും. ഉദാഹരണം എന്തായാലും പറയാം. മഫ്റൂഖിന് ഉദാഹരണം വക്ക അല്ലേ? വാവ് ലാസ്റ്റ് ലെറ്റർ അലിഫ് അല്ലേ? അതിൻ്റെ മുതാരി എന്താ? യഖീ. അവിടെ വാവ് പോയി. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ലെറ്റർ വാവാണ്. അപ്പോൾ ഈ ലഫീഫ് എന്നുള്ളത് നാഖിസായിട്ടും പെരുമാറും, അതിൽ മിസാലായിട്ടും പെരുമാറും. മഫ്റൂഖാണെങ്കിൽ എന്തായിരിക്കും? മഫ്റൂഖാണെങ്കിൽ മിസാൽ, കാരണം ഫസ്റ്റ് ലെറ്റർ ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. മക്റൂനാണെങ്കിൽ നാഖിസായിരിക്കും. ഉദാഹരണം ത്വവ, നവ, ഓക്കെ, യത്വി, യൻവി എന്നൊക്കെ ആയിരിക്കും. ഫാവും ഐനും ഇല്ലത്ത് വരുമോ? ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനൊരു വാക്ക്. ഈ ലഫീഫ് മക്റൂൻ എന്ന് പറയുന്നതിനൊക്കെ പറയാറുള്ളത് ഐനും ലാമും എന്നാണ് പറയാറുള്ളത്. ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ആദ്യത്തെ പ്രശ്നം കഴിഞ്ഞു. ഈ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളുള്ള ഫെയിലുകൾ, മുഅത്തല്ലായ ഫെയിലുകൾക്ക് 2 പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രശ്നം എന്നല്ല, 2 സിറ്റുവേഷൻ. ഒന്നെന്താണ്? അതിനെ മാദി മുതാരിയായി കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ. അതാകെ പ്രശ്നം മിസാലിനേ ഉള്ളൂ. എന്നാൽ ലഫീഫ് മഫ്റൂഖ് എന്ന് പറയുന്നത് ഒരു നിലക്ക് മിസാലായതുകൊണ്ട് അതിനും ആ പ്രശ്നം വരും. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്താണ് പ്രശ്നം വരുന്നത് മിസാലിന്? മിസാലിൻ്റെ ആദ്യത്തെ അക്ഷരം വാവാവുകയും അത് അലിമല്ല, ദഹബ, ലറബ, ഹസിബ യഹ്സിബു അല്ലേ? ഈ 3 ബാബുകളിൽ ഏതെങ്കിലും ഒന്നായി മാറുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? അത് വാവ് പോവും. ഇതിൽ പെട്ടിട്ടില്ലെങ്കിൽ, ഈ 3 ബാബിലും പെട്ടിട്ടില്ലെങ്കിൽ വാവായതുകൊണ്ട് പ്രശ്നമില്ല. അതിന് ഉദാഹരണമാണ് വജില. അപ്പോൾ അത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം, ദമീർ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട്. ദമീർ വരുമ്പോൾ ദമീറുകൾ 2 തരത്തിലുണ്ട്. ഒന്ന്, കുറേ തരത്തിൽ ദമീറുകളുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ പഠിച്ച ടേബിളുകളുണ്ടല്ലോ, മാദിൻ്റെയും മുതാരിൻ്റെയും, ആ ടേബിൾ ഞാനൊന്ന് എഴുതാം ആദ്യം. വിഷയം ഈ സഹീഹ് മുഅത്തലിലെ 2ാമത്തെ വിഷയം എന്താണ്? അപ്പോൾ നമ്മൾ സഹീഹ് മുഅത്തൽ എന്താണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് സഹീഹ് മുഅത്തൽ ആയി വേർതിരിക്കുമ്പോൾ സഹീഹിനെ കുറിച്ചൊന്നും പറയാനില്ല നമുക്ക് കാര്യമായിട്ട്. അപ്പോൾ ഈ മുഅത്തലായിട്ടുള്ള ഫിഅലുകൾക്ക് 2 വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഒന്നാമത്തെ വിഷയം അതിനെ മുതാരിയാക്കുമ്പോൾ സംഭവിക്കുന്ന ഹദ്ഫ്, അത് നമ്മൾ പറഞ്ഞു. 2ാമത്തേത് അത് ലമീറുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ. അപ്പോൾ ലമീറിനെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ഏതൊക്കെയാണ് ലമീറുകൾ എന്നുള്ളത്. ഫഅല എന്തായിരുന്നു? 2ാമത്തെ ഫഅല, ഫഅലു. ഈ അലിഫിനെ പറ്റി അന്നാരോ ചോദിച്ചിരുന്നു. ഞാൻ അലിഫുൽ ഫാരിക്ക എന്ന് പറയും. അലിഫുൽ ഫാരിക്ക എന്തിനാണെന്ന് വെച്ചാൽ ഈ വാവ് അത് ലമീറിൻ്റെ വാവാണ്, അതായത് കുറേ ആളുകൾ ചെയ്തു എന്ന് അറിയിക്കുന്ന വാവാണ്, അതല്ലാതെ അസ്ലിയായ വാവല്ല എന്നറിയിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ വാവ്. എന്താണ് അസ്ലിയായ വാവ് പറഞ്ഞാൽ? ഇപ്പം ദഅ മുതാരി എന്താണ്? യദ്ഉ അല്ലേ? യദ്ഉ. കതബ
കതബു. ഇത് രണ്ടും ഒരേപോലെ തോന്നും, പക്ഷേ ഈ വാവ് എന്താണ്? അസ്ലിയാണ്. ഒരാൾ പ്രാർത്ഥിച്ചു എന്നുള്ളതിൻ്റെ ആ അലിഫാണ് ഇവിടെ വാവായി മാറിയത്. എന്നാൽ കതബ കതബു എന്ന് പറയുന്ന വാവ് എന്താണ്? വാവുൽ ജമാഅയാണ്. അപ്പോൾ ഇത് വാവുൽ ജമാഅെന്ന് അറിയിക്കാൻ എന്താണ് ഇവിടെ ഒരു അലിഫ്, അലിഫുൽ ഫാരിഖ, വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന അലിഫ്. അപ്പോൾ ഫഅല ഫഅല ഫഅലു. അടുത്തത് ഫഅലത് ഫഅലത ഫഅൽന ഫഅൽത ഫഅൽതുമാ ഫഅൽതും ഫഅൽതി ഫഅൽതുമാ ഫഅൽതുന്ന ഫഅൽതു ഫഅൽന. നീ യഫ്അലുൻ്റെ മുദാരിൻ്റെ വേണം. അടുത്തത് യഫ്അലു യഫ്അലു യഫ്അലാനി യഫ്അലൂന. എന്താ അതിൻ്റെ അർത്ഥം? ഒരാണ് ചെയ്തു, അവൻ ഒരാണ്, അവർ രണ്ടാണുങ്ങൾ, അവരൊരു സംഘാണുങ്ങൾ അല്ലേ. നീ ഒരു സ്ത്രീ ചെയ്തു, അവൾ ഒരു സ്ത്രീ. തഫ്അലു തഫ്അലാനി യഫ്അൽന. ഇത് ശ്രദ്ധിക്കണം, യഫ്അൽന അവരൊരു സംഘം സ്ത്രീകൾ ചെയ്തു. യാ കണ്ടിട്ട് മുദക്കറാണെന്ന് വിചാരിക്കരുത്. നീ ഒരു പുരുഷൻ ചെയ്തു. തഫ്അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലീന. നീ ഒരു സ്ത്രീ ചെയ്തു. തഫ്അലാനി തഫ്അൽന അഫ്അലു നഫ്അലു. ഇതിൽ ളമീറുകൾ നോക്കാം നമുക്ക്. ഒന്ന് ഇതാണ്, എന്താണ്? അലിഫുൽ ഇസ്നൈൻ, രണ്ടാളാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള അലിഫ്. പിന്നെ ഇതെന്താണ്? വാവുൽ ജമാ, ഒരു സംഘം ആളുകളുണ്ട് എന്നറിയിക്കുന്ന വാവ്. ഇനി വേറെ എന്താ ഉള്ളത്? താഉ തനീസ്, അത് ലമീറാണോ? അത് ലമീറല്ല. ഫഅല ഫഅലത്ത്, ആ ഫഅലത്ത് എന്നുള്ള ത് ഉണ്ടല്ലോ, അത് ലമീറല്ല, അതൊരു ഹർഫാണ്. അത് ചെയ്തത് പെണ്ണാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഹർഫാണ്. ഒരാളെന്നോ രണ്ടാളെന്നോ ഒന്നും അതുകൊണ്ട് അറിയുന്നില്ല. കാരണം എന്താ? ഫഅലത്ത് എന്നുള്ളതിലും താണ്ട്, പിന്നെ ഫഅലത്ത് എന്നുള്ളതിലും താണ്ട്, ഫഅലത്താ എന്നുള്ളതിലും താണ്ട്. അപ്പോൾ പെണ്ണാണ് എന്ന് അറിയിക്കുന്നതിന് മാത്രമുള്ളതാണ്. ലമീർ എന്ന് പറഞ്ഞാൽ അത് എണ്ണം അറിയിക്കും. ലമീർ എണ്ണത്തെ അറിയിക്കുന്നതാണ് ലമീർ. അപ്പോൾ ഫഅലത്ത് ഫഅലത്താ. മറ്റൊരു കാര്യം, ലമീർ ആണെങ്കിൽ, ലമീർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊനൗൺ അല്ലേ, എണ്ണല്ല കേട്ടോ. ലമീർ എന്ന് പറഞ്ഞാൽ എണ്ണല്ല. ലമീർ എന്ന് പറഞ്ഞാൽ പ്രൊനൗൺ. പ്രൊനൗണിൻ്റെ അപ്പുറത്തുള്ളത് ആരാണ്? അതിൻ്റെ മറ്റേ പകരക്കാരനാരാണ്? നൗണാണ്, ഇസ്മ അല്ലേ. അപ്പോൾ നമ്മൾ പറയാം ഹീ എന്ന് പറഞ്ഞു. ഇപ്പോൾ അയാളുടെ പേര് മുഹമ്മദ് എന്നായിരുന്നു, ഹീ കെയിം എന്ന് പറഞ്ഞു. വേണമെങ്കിൽ മുഹമ്മദ് കെയിം എന്നും പറയാം. പക്ഷേ ഹീ മുഹമ്മദ് കെയിം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നൗണും പ്രൊനൗണും കൂടി ഒരുമിച്ചുണ്ടാവില്ല. നൗൺ ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന പകരക്കാരനാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ കതബത്ത് കതബത്ത് എന്ന് പറഞ്ഞു. കതബത്ത് ഫാത്തിമത്തു. കതബത്ത് മാത്രം പറഞ്ഞ എന്താ അർത്ഥം? അവൾ ഒരു പെണ്ണ് എഴുതി. അപ്പോൾ നമുക്കൊരാഗ്രഹം അവൾ ആരാന്ന് വ്യക്തമാക്കാം. അപ്പോൾ കതബത്ത് ഫാത്തിമത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ത് അവിടെ തന്നെ അല്ലേ? ആ ത് എന്നുള്ളത് ലമീർ ആയിരുന്നെങ്കിൽ ഈ ഇസ്മ വരുമ്പോൾ അത് പോകണമായിരുന്നു, പക്ഷെ അത് പോയിട്ടില്ല. അപ്പോൾ അതെന്ത് മനസ്സിലാക്കുക? ത് എന്നുള്ളത് ലമീറല്ല എന്ന് മനസ്സിലാക്കുക. ഇനി എന്തൊക്കെയുള്ള ലമീറുകൾ? ഇതാ അലിഫുൽ ഇസ്നാൻ ഇവിടെയുണ്ട്. പിന്നെ ഫഅൽന, ഇത് ലമീറാണ്. ഫഅൽന എന്നുള്ളത് ഒരു സംഘം സ്ത്രീകൾ എന്ന് പറയാനുള്ള ലമീറാണ്. ഫഅൽത ലമീറല്ലേ?
നീ എന്നുള്ള അല്ലേ? ഫഅൽ തുമ അതിലേതാ ദമീർ? അലിഫാണ് ദമീർ, അലിഫുൽ ഇസ്നൈനാണ്. പിന്നെ ഇവിടെ ദമീർ എന്താ? ഇവിടെ ദമീറില്ല, തും എന്നുള്ള ദമീറല്ല. മീം എന്നുള്ളത് ഒരു സംഘം എന്നറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഹർഫാണ്. തു എന്നുള്ളതും മുഖാത്തബാണ് എന്നറിയിക്കാനുള്ള ഒരു ഹർഫാണ്. അത് അവിടെ അൻതും എന്നുള്ള ദമീറാണ്, അത് കാണാനില്ല, അപ്പോൾ അത് പറയണ്ട. പിന്നെ ഇവിടെ ഫഅൽത്തി ഉണ്ട്, തി ഉണ്ട്. ഇവിടെ അലിഫുൽ ഇസ്നൈൻ ഉണ്ട്. ഇവിടെ ഇല്ല, ദമീറില്ല. ഫഅൽതു ഞാൻ എന്നുള്ളത് ദമീറാണ്, ഫഅൽന എന്നുള്ള. അപ്പോൾ ഇതിന് മൊത്തത്തിൽ ഇപ്പോൾ അലിഫുൽ ഇസ്നൈനൊക്കെ റിപ്പീറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഒഴിവാക്കി നമുക്ക് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് അലിഫുൽ ഇസ്നൈൻ, വാവുൽ ജമാ, പിന്നെ നൂൻ നിസ്വ ഉണ്ട് അല്ലേ? ഫഅൽന എന്നുള്ള ഇവിടെ ഫഅൽന ഒരു സംഘ സ്ത്രീകൾ എന്നുള്ള. പിന്നെ ഏതാ ഉള്ളത്? തൂ എന്നുള്ള അല്ലേ? നമുക്കിങ്ങനെ താന്ന് എഴുതാം. അപ്പോൾ താ, തീ, തൂ എല്ലാം അതിൽ പെട്ടല്ല. കാരണം ഇതിൽ താ ഉണ്ട്, തീ ഉണ്ട്, തൂ ഉണ്ട്, എല്ലാം കൂടി ഹർക്കത്തിടാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ നൂന് താ, പിന്നെ ഒരു നാ ഉണ്ട് അല്ലേ? ശരി, ഇനി മുളാരിയിൽ നോക്കാം. മുളാരിയിലുണ്ട് അലിഫുൽ ഇസ്നൈൻ, അതുപോലെ വാവുൽ ജമാ നമ്മൾ എഴുതി. വാവുൽ ജമാ മുളാരിയിലുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പുതുതായിട്ട് എന്താ ഉള്ളത്? ഈ തഫ്അലീനൻ്റെ യാ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഇവിടെ എഴുതി കഴിഞ്ഞാണ്. അപ്പോൾ നമുക്ക് മൊത്തം ഈ 6 ആൾക്കാരാണ് ദമീറുകൾ കിട്ടിയിട്ടുള്ളത്. ഈ 3 പറയുന്ന പേരാണ്. ഇതിന് 3 പ്രത്യേകത എന്താ? ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. അതോടൊപ്പം സുക്കൂനല്ലേ ഇതൊക്കെ ഫഅല, അലിഫ് എപ്പോഴും സുക്കൂനേ ഉള്ളൂ. ഫഅലു സുക്കൂനല്ലേ വാവിന്. തഫ്അലീന ഈ എന്ന് പറയുമ്പോൾ യാന് സുക്കൂനല്ലേ അല്ലേ? ഇവിടെ യാൻ്റെ ഹർക്കത്ത് എന്താ? സുക്കൂനല്ലേ? അപ്പോൾ ഇത് 3 സുക്കൂനാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി കൂട്ടി പറയുന്ന പേരാണ് ദമീറു, അല്ലെങ്കിൽ ജം ഉണ്ടല്ലോ. അപ്പോൾ ദമാഇറു അർറഫ്ഇ അസ്സാക്കിന എന്ന് വിളിക്കും ഇതിനെ. എന്തുകൊണ്ടാണ് റഫ് എന്ന് പറഞ്ഞത്? ദമീർ എന്ന് പറഞ്ഞത് വ്യക്തമാണ്, എല്ലാം പ്രൊനൗൺസാണ്. റഫ് എന്ന് പറയാൻ കാരണം എന്താ? ഇതൊക്കെ ഫായിലുകളാണല്ലോ. അതാണ് നഹ്വും സർഫൊക്കെ പരസ്പരം ഇങ്ങനെ ഇടകലർന്നിട്ടാണ് കിടക്കുന്നത്. ആദ്യം സർഫ് മാത്രം പഠിച്ചിട്ട് പിന്നെ നഹ്വ് പഠിക്കുക, അത് നടക്കില്ല. രണ്ടും തമ്മിൽ ബന്ധമുണ്ടാവും. പക്ഷേ സാധാരണ പറയാറുള്ളത് ആദ്യം പിന്നെ അറബികളാണെങ്കിൽ ആദ്യം നഹ്വ് പഠിക്കും. കാരണം ബേസിക് ആയിട്ടുള്ള സർഫുകൾ അവരുടെ രക്തത്തിലുണ്ടാവും. ഇപ്പോൾ മുഫ്രദ് മുസന്ന എന്നൊക്കെ പറയുന്നത് അവർക്കൊരിക്കലും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നഹ്വിൻ്റെ ചില നിയമങ്ങൾ അവർ തെറ്റിക്കും. അപ്പോൾ അവർക്ക് നഹ്വ് പഠിക്കാൻ വേണ്ടി വരുന്ന സർഫ് ഓൾറെഡി അവരുടെ ഉള്ളിലുണ്ടാവും. എന്നാൽ അനറബികൾ ആദ്യം സർഫ് പഠിക്കണം, അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നഹ്വിൻ്റെ ചെറിയൊരു കാര്യം കടമെടുക്കണം. അപ്പോൾ തൽക്കാലത്തേക്ക് റഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാ ജയ്ദുൻ എന്ന് പറയുമ്പോൾ ജയ്ദിന് ലമ്മല്ലേ അവസാനം. അപ്പോൾ അതിനാണ് റഫ് എന്ന് പറയുന്നത്. ലമ്മാണ് റഫ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ജാ ജയ്ദുൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഫായിലുകളല്ലേ? ഫഅല എന്ന് പറയുന്നതിൽ അലിഫും ഫഅലു എന്ന് പറഞ്ഞാൽ വാവും, ഇവരൊക്കെ ഫായിലുകളല്ലേ? ഫായിൽ എപ്പോഴും മർഫൂ ആയിരിക്കും. ഇത് നഹ്വിൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ ദമാഇറു റഫ്ഇ അസ്സാക്കിന എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെന്താ പറയുക? ദമാഇറു റഫ്ഇ തന്നെ, ഇവിടെയും ഫായിലുകൾ തന്നെയല്ലേ? ദമാഇറു റഫ്ഇ അൽ മുത്തഹരിക അല്ലേ? ഇതൊക്കെ ഹർക്കത്തുള്ളതല്ലേ? ഫഅൽന, ഫഅൽത, ഫഅൽതി, ഫഅൽതു, ഫഅൽന ഒക്കെ ഹർക്കത്തല്ലേ? അപ്പോൾ ദമാഇറു റഫ്ഇ അൽ മുത്തഹരിക. ഇത് മനസ്സിലായോ? ഇത് രണ്ടും എന്താണെന്നുള്ളത്? അലിഫും വാവും യാവും ദമാഇറു റഫ്ഇ അസ്സാക്കിന, അതുപോലെ ത, ന, നാ, ഇത് 3 ദമാഇറു റഫ്ഇ അൽ മുത്തഹരിക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദമീറുർ റഫ് എന്ന് എപ്പോഴും പറയും അറബിയിൽ. നഹ്വ് പഠിക്കുമ്പോൾ ദമീറുർ റഫ് എന്ന് പറയും. അത് കൃത്യമായിട്ട് ഈ 3 സാധനങ്ങളായിരുന്നു എന്നുള്ളത് എനിക്ക് ഇന്നലെ മനസ്സിലായത്. ഈ 3 മാത്രമാണെന്നുള്ളത്. പല സ്ഥലത്തായിട്ട് നൂനിനെ കുറിച്ച് കാണുമ്പോൾ ദമീറുർ റഫ് എന്ന് പറയും, താനെ പറയും. പക്ഷേ ഇവർ 3 പേര് മാത്രമാണ് എന്ന് ഇങ്ങനെ ഒരു ഹസർ, അത് ഇങ്ങനെ ലിമിറ്റാണ് എന്ന് മനസ്സിലായത് ഇന്നലെയാണ്.
അപ്പോൾ ഇത് നല്ലൊരു പ്രധാനപ്പെട്ട ഇൽമാണെന്ന് പറയാം. പല കിതാബുകളും ഇത് കാണാറില്ല. ഇത്രയേ ഉള്ളൂ ദമീർ റഫ്, അതിൻ്റെ കാരണം ഇതാണ്. അതുപോലെ സാക്കിനായിട്ടുള്ള ദമീർ റഫ് ഈ 3 എണ്ണമാണ്. ഇതൊക്കെ നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടിയതാണ്. ശരി, ഇനി ഈ 3 വരുമ്പോൾ ഇതിനെ രണ്ടിനെ രണ്ടായിട്ട് നമ്മൾ പറയാൻ കാരണം ഈ 3 ഫിഅൽ മുഅത്തലിൻ്റെ കൂടെ വരുമ്പോൾ നിയമം മാറും, ഇത് 3 വരുമ്പോൾ മാറും. ഇനി ഈ 3 എണ്ണം ഇത് നമ്മൾ പഠിച്ച എത്ര കിസ്മുകളുണ്ട്? സാലിം, മഹ്മൂസ്, മുദഅഫ്, മിസാൽ, അജ്വഫ്, നാഖിസ്, ലഫീഫ് മക്റൂന്, ലഫീഫ് മഫ്റൂഖ്. ഈ 8 എണ്ണം ഉണ്ടല്ലോ. ഈ 8ഉം ഇതിൻ്റെ കൂടെ വന്നാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ ഈ 8ഉം ഈ 3 എണ്ണത്തിൻ്റെ കൂടെ വന്നാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് ബൈത്ത്. അർത്ഥം പറഞ്ഞതാണ്. ഇന്നൽ ഉയൂൻ അല്ലതി ഫീ ത്വർഫിഹ ഹബറുൻ. ഇന്നൽ ഉയൂൻ, ഉയൂൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, അല്ലതി എങ്ങനെയുള്ളതാണ്? ഫീ ത്വർഫിഹ, ത്വർഫ് എന്ന് പറഞ്ഞാലും കണ്ണ് തന്നെ, പിന്നെ കണ്ണ് അടച്ച് തുറക്കുന്ന ആ ഒരു ആക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഫീ ത്വർഫിഹ ഹബറുൻ, അതിൻ്റെ ആ കണ്ണിൽ എന്തുണ്ട്? ഹവറുണ്ട്. ഹവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? കണ്ണിൻ്റെ ബ്ലാക്ക് നല്ല കടുത്ത ബ്ലാക്കും, ഹുർലീനെ കുറിച്ച് പറഞ്ഞ പോലെ വെളുപ്പ്, നല്ല വെളുപ്പ് കൂടുതലും. ഖതൽനന, അവർ നമ്മളെ കൊന്നിരിക്കുന്നു. വലം യുഹീന ഖത്ലാന. ഖത്ല എന്ന് പറഞ്ഞാൽ എന്താ? ഖതീൽ എന്നുള്ളതിൻ്റെ ജമ്മാണ് ഖത്ല, കൊല്ലപ്പെട്ടവർ. ഖത്ല ബദർ എന്ന് പറഞ്ഞാൽ ബദറിൽ കൊല്ലപ്പെട്ട ആളുകൾ കൊന്നിരിക്കുന്നു. വലം യുഹീന, എന്നിട്ട് അവർ ജീവൻ നൽകിയിട്ടില്ല. കൊന്നു കഴിഞ്ഞ് പിന്നെ എന്നേക്കുമായി കൊന്നു. ആ മരിച്ചവർക്ക് അവർ പിന്നെ ജീവൻ കൊടുത്തിട്ടില്ല. യസ്റഅന, സറ എന്ന് പറഞ്ഞാൽ അടിച്ചു വീഴ്ത്തി. ഈ ഗുസ്തിയിലൊക്കെ വീണ് കിടക്കുന്ന ആൾക്ക് പറയുന്നത് സറ ലൈസ ഷദീദു ബിസ്സുറ, എതിരാളിയെ ഗുസ്തി പിടിച്ച് മലർത്തിയടിക്കുന്നവനല്ല, മലർത്തിയടിച്ചു, അതാണ് സറ. അപസ്മാരം, വീണു പോലോ, ജിന്ന് വീഴ്ത്തുന്നതാണ് സറ. യസ്റഅന, അവർ വീഴ്ത്തുന്നു. ദല്ലുബി, ബുദ്ധിമാനെ, വളരെ ബുദ്ധിമാനായ ആൾ വരെ ഇവരെ ആക്രമണത്തിൽ തകർന്നു പോകും. ഹത്ത, എതുവരെ? ലാ ഹിറാക ബിഹി, ഹിറാക്ക് എന്ന് പറഞ്ഞാൽ ഹറക്കത്ത്, ഒരു അനക്കല്ലാതെ തീരും. വഹുന്ന, അവരാണെങ്കിലോ അദ്അഫു ഖൽഖില്ലാഹി അർക്കാന. അർക്കാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അവയവങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്. അർക്കാൻ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അർക്കാനുകളാണല്ലോ കൈയും കാലമൊക്കെ. അർക്കാൻ എന്ന് പറഞ്ഞാൽ നെടുന്തൂൺ, മനുഷ്യൻ്റെ നെടുന്തൂൺ എന്താ? അവയവങ്ങൾ. അവരാണെങ്കിൽ അദ്അഫു ഖൽഖില്ലാഹി അർക്കാന, അവയവങ്ങളുടെ കാര്യത്തിൽ അള്ളാൻ്റെ സിറ്റികളിൽ ഏറ്റവും ലൈഫാണ്. ഇതിൻ്റെ ആശയം മനസ്സിലായില്ലേ? വിശദീകരണം വേണ്ടല്ലോ. ഇതിൽ ഉള്ള ലമീറുകൾ, ലമീറു റഫിൻ്റെ ലമീറുകൾ സാക്കിനായതും മുത്തഹരിക്കാരെ ഏതൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, എണ്ണിക്കോ. അല്ലാതെ ഇപ്പോൾ പറയാൻ പറഞ്ഞാൽ എല്ലാവരും പറയും. കൂട്ടത്തിൽ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങ് മാത്രമേ കേൾക്കുള്ളൂ. അതിൽ ഇൻക്രീസിങ് ആരൊക്കെ ഡിക്രീസിങ് ആരൊക്കെ മനസ്സിലാവില്ല. അപ്പോൾ ഇതിൽ എത്ര ലമീറു റഫ് സാക്കിനുണ്ട്, എത്ര ലമീറു റഫ് മുത്തഹരിക്കുണ്ട് എന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഞാൻ ചോദിക്കാം, കഴിഞ്ഞ പറയും. ഞാനൊന്ന് നോക്കട്ടെ ആദ്യം. അത്ഭുതകരമായൊരു ചോദ്യമായിപ്പോയത്. കിട്ടിയോ? കഴിഞ്ഞാ? മാഷാ അല്ലാഹ്. കൂടുതലൊന്നല്ല, കൃത്യമായിട്ട് പറയൊരു ഉത്തരം. നമ്മളെല്ലാം എണ്ണം വെച്ചിട്ടുള്ള കളിയാണ്. തുടക്കം മുതൽ നമ്മൾ പറഞ്ഞത് എത്ര വസനുകളുണ്ട്, എല്ലാത്തിൻ്റെ എണ്ണം പറഞ്ഞിട്ടാണ് നമ്മളെ ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് 5 ഏത് ദമീറ? മുത്തഹരിക്ക. ദമീർ റഫ് മുത്തഹരിക്ക് 5 എണ്ണം ഉണ്ട്. ആരെങ്കിലും ഉണ്ടോ അൽത്തഫ്കാക്ക് അനുകൂലമായിട്ട്? അഞ്ചല്ലാത്ത വേറെ അഭിപ്രായങ്ങൾ? 5 ഇല്ല. മാഷാ അല്ലാഹ്. എത്ര ഉള്ളത്? 4 ആണോ 3 ആണോ 2 ആണോ?
ഇത്ര സമയം മതി. 5 എന്ന് വേറെ ആർക്കും അഭിപ്രായമില്ല. 4 എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? 3, 4, 4, 3 അല്ല 4 ഏതൊക്കെയാണ്? നീ എന്താ പറയുന്നത്? 3, 4, 5 അപ്പോൾ നമുക്ക് ഒഴിവാക്കാം. ഇസ്മോ ദമീറു റഫ്അ എന്നാ പറഞ്ഞത് നമ്മൾ. 4, 3, 3 കറക്റ്റ്. ഏതൊക്കെയാണ്? ഖത്തൽന, ഖത്തൽന, യുഹീന, യസ്റാന, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും ദമീർ റഫ അല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഏത് ഖത്ലാന, അത് റഫ അല്ല, അത് മഫൂൽ ബിഹിയാണ്. അഫൻ ഖത്ലാന മുദാഫിൻ ഇലൈഹിയാണ്. ഖത്ലാ എന്നുള്ളത് മഫൂൽ, അതിൻ്റെ മുദാഫിൻ ഇലൈഹിയാണ്. അതൊക്കെ നമ്മൾ നഹ്വിൽ പഠിക്കും. പക്ഷെ എന്തായാലും എന്തല്ല, നമ്മൾ ഈ വസ്നിൽ പെട്ടതല്ല. ഇതൊക്കെ നോക്ക്, ഖതൽന, ഫഅൽന, യുഹീന, യഫ്അൽന, യഫ്അൽന അല്ല യുഫ്ഇൽന, യുഫ്ഇൽന അല്ലേ. പിന്നെ യസ്റഅന, യഫ്അൽന, അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഖത്ലാന എന്നുള്ളത് പറ്റൂല. അപ്പോൾ അത് വേറെ എന്തോ ആണ്, അത് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അറിയുന്നതും അറിയാത്തത് എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നത് തന്നെ വലിയൊരു വിജയമാണ്. അപ്പോൾ ഇതാണ് ലമീറു റഫ്അ അൽ മുതഹർരിക്. സാക്കിൻ എന്തെങ്കിലും ഉണ്ടോ അതിൽ? ഒന്നുമില്ല. യാ ഓ യാ അസ്ലിയാണ്. അഹ്യാ, ഹാ എവിടെ എവിടെ ബിഹി എന്നുള്ളതോ? റഫല്ല, അതൊക്കെ മുദാഫിനിലേഹി മജ്റൂറാണ്. ശരി, അപ്പോൾ ഇത് മനസ്സിലായാലേ ഉള്ളൂ അടുത്ത കാര്യം പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഉറപ്പിക്കാൻ. വേറെ ഉദാഹരണങ്ങൾ ഖുർആൻ എന്നുള്ള ഏതെങ്കിലും ഉദാഹരണം? ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ നഹ്വും സർഫും പഠിച്ചാൽ ഖുർആൻ ഹിഫ്ളാക്കുന്നതിൽ സഹായിക്കും. മാത്രമല്ല ഹിഫ്ളാക്കിയത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി മുത്തശാബിഹാത്ത്, പരസ്പര സാദൃശ്യമുള്ള ആയത്തുകളുണ്ടല്ലോ, അതൊക്കെ ഓർത്തു വെക്കാൻ സഹായിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മൂസാ നബിൻ്റെ കഥ ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഹിഫ്ളാക്കിയവർക്കറിയാം, മാറിപ്പോവും. എല്ലാ സൂറത്തിലുണ്ട് മൂസാ നബി. അതുപോലെ തന്നെ ഒരേ സംഭവങ്ങളാണ് പറയുന്നത്, പല സൂറത്തിലും ഒരേ കഥ ഒരുപോലെ ആയിരിക്കും. അത് വേർതിരിച്ചറിയാൻ ഒരാൾക്ക് പറ്റിയാൽ മൂസാ നബിൻ്റെ കഥ പറയുന്ന സൂറത്തുകളൊക്കെ ഒന്ന് ഓതി കഴിഞ്ഞാൽ അതിൻ്റെ ഹിഫ്ള് 100% ആയിരിക്കും. അപ്പോൾ അതിൽ സഹായിക്കുന്നൊരു കാര്യമാണ്. സൂറത്ത് ത്വാഹയിൽ അധികവും മുസന്നയാണ്, ലമീറു തസ്നിയ, അലിഫുൽ ഇസ്നൈൻ, അതിൻ്റെ ഒരു കളിയാണ് സൂറത്ത് ത്വാഹയിലുള്ളത്. അപ്പോൾ അത് ഓർത്താൽ കുറേ കാര്യങ്ങൾ കിട്ടും. ഉദാഹരണത്തിന് സൂറത്ത് ത്വാഹ എടുത്തിട്ട് ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു യഖ്ഷ ഖാല ലാ തഖാഫാ. എല്ലാം മൂസാ നബിനെയും ഹാറൂൻ അലൈഹി സ്വലാമിനെയും ലമീർ തസ്നിയ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മുത്തശാബിഹാത്ത്, പരസ്പര സാദൃശ്യമുള്ള ആയത്തുകളൊക്കെ വേർതിരിക്കാൻ മനസ്സിലാക്കാനൊക്കെ പറ്റും. ശരി, അപ്പോൾ ഇനി അടുത്ത വിഷയം എന്താണ്? ഈ ലമീറുകൾ ചേരുമ്പോൾ മുഅത്തല്ലായ ഫെയിലുകൾ കാണിക്കുന്ന ചില വ്യത്യാസങ്ങൾ. അടുത്തത് നമുക്കിത് എഴുതി വെക്കാം ആദ്യം. ഏതൊക്കെയാണ്? 8 ഇനങ്ങൾ ഏതൊക്കെയാണ്? 1 സാലിം, 2 അൽ മഹ്മൂസ്, 3 അൽ മുളഅഫ്, 4 അൽ മിസാൽ, 5 അൽ അജ്വഫ്, 6 അന്നാഖിസ്, ലഫീഫ്, അൽ മഫ്റൂഖ്, അൽ ലഫീഫ്, അൽ മഖ്റൂൻ. ഇനി നമുക്ക് നോക്കാം. മാദി, മുദാരി, അമ്രുണ്ട് അല്ലേ? നമ്മുടെ ടേബിളിൽ മാദിൻ്റെ ടേബിൾ പഠിച്ചു, മുദാരിൻ്റെ ടേബിൾ പഠിച്ചു, അമ്രിൻ്റെ ടേബിൾ പഠിച്ചു. ഇതിലൊക്കെ ലമീറുകളുണ്ടല്ലോ അല്ലേ? ഫഅല, ഫഅല, ഫഅലു എന്നുള്ള പോലെ തന്നെ യഫ്അലു, യഫ്അലാൻ, യഫ്അലൂൻ, അവിടെയൊക്കെ ലമീറുണ്ടല്ലോ. അതുപോലെ അമ്രിലും ഇഫ്അൽ, ഇഫ്അല, ഇഫ്അലു, അവിടെയൊക്കെ ഉണ്ട് ലമീറുകൾ. അപ്പോൾ ആദ്യം നമുക്ക് മാദിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് എന്താണ്? ഫഅല, ഫഅല, ഫഅലു 14, പിന്നെ അഫ്അല, അഫ്അല, അഫ്അലു 14. ആ വിഷയമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാദിയായ ഫഅലുകൾ അത് സഹീഹും മുഅത്തലും ആവുന്നതിനനുസരിച്ച് എന്തൊക്കെ അതിൽ മാറ്റങ്ങൾ സംഭവിക്കും. സാലിമിന് എന്താ സംഭവിക്കുക? സാലിമായൊരു ഉദാഹരണം എടുക്കുക. കതബ, കതബ, കതബു, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമല്ല.
പിന്നെ മഹ്മൂസ് ഉദാഹരണം അക്കല, പ്രശ്നങ്ങളൊന്നുമില്ല. അക്കല, അക്കല, അക്കലു അനുഭവം. മുദഅഫിൻ്റെ കൂടെ ലമീർ വരുമ്പോൾ അഫൻ അതിൻ്റെ മുമ്പ് നമ്മൾ 2 തരം ലമീർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാദിയാണ്. പിന്നെ അതിൻ്റെ ഫസ്റ്റത്തെ കേസ് ലമീറു റഫ് അസാക്കിൻ നോക്കാം അല്ലേ. ലമീറു റഫ്ഇ അസാക്കിൻ, കാരണം അത് 2 തരത്തിലായിരിക്കും നമ്മൾ പറഞ്ഞു. ലമീറു റഫ് സാക്കിൻ ഇതിൻ്റെയൊക്കെ കൂടെ വരുമ്പോൾ ഇത് പ്രതികരിക്കുന്ന രീതിയും ലമീറു റഫ് മുതഹറിക്ക് വരുമ്പോൾ പ്രതികരിക്കുന്ന രീതിയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ മാദിയായ ഫഅലിൻ്റെ കൂടെ ലമീറു റഫി അസാക്കിൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? സാലിമിൻ്റെ കൂടെ കതബ, എൻ്റെ ലമീറു റഫ് സാക്കിൻ എന്ന് പറഞ്ഞാൽ അലിഫുൽ ഇസ്നൈൻ കതബ, വാവുൽ ജമാഅ കതബു, പിന്നെന്തായിരുന്നു യാ ഉൽ മുഖാത്തബ തക്തുബീന. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, എല്ലാം നോർമലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് ലാ യതഗയ്യറു ഷൈ, ഒരു മാറ്റവും അല്ലേ, ഒരു കാര്യവും മാറിയിട്ടില്ല. മഹ്മൂസ് ഇതുപോലെ തന്നെ അക്കല, അക്കല, അക്കലു, തഅകുലീന നോർമലാണ്. മുദഅഫ് ആണെങ്കിലോ മദ്ദ, മാറ്റൊന്നുമില്ലല്ലോ, മാറ്റൊന്നുമില്ല. മിസാല് മാറ്റമുണ്ടോ? മിസാലിന് ഉദാഹരണം പറഞ്ഞ് നോക്കാം. വഅദു മാറ്റൊന്നുമില്ല. പിന്നെ യാ ഉൽ മുഖാത്തബുണ്ട്, അതിനെ മറക്കരുത്. തഇദീന അവിടെ മാറ്റമില്ല. അവിടെ വാവ് പോയി എന്നുള്ളത് നേരത്തെ പറഞ്ഞ വിഷയമാണ്. അത് ഇവിടെ ലമീർ വന്നുകൊണ്ടല്ലോ, അതതിൻ്റെ ആ ആദ്യത്തെ അക്ഷരം വാവായതുകൊണ്ടുള്ള വിഷയമാണ്. അപ്പോൾ അവിടെയും മാറ്റമൊന്നുമില്ല. പിന്നെ അജ്വഫ് കാല, കാല, കാലു, തഖൂലീന മാറ്റങ്ങളൊന്നുമില്ല. നാഖിസ് വക, അവിടെ മാറ്റമുണ്ട്. അപ്പം നാഖിസിൽ മാറ്റമുണ്ട്. വക എന്നുള്ളതിൻ്റെ എന്തായിരുന്നു? വഖയ എന്നായിരുന്നു അല്ലേ. ദഅ എന്നുള്ളതിൻ്റെയോ ദഅവ എന്നായിരുന്നു. ദഅവല്ലാഹ റബ്ബഹുമ ലൈന ആതിയതന സാലിഹൻ ലനകൂനന്ന മിന ശാകിരീൻ. ഭാര്യയും ഭർത്താവും കൂടി പ്രാർത്ഥിച്ചു. ആദമും ഹവ്വയാണെന്നാണ് ഒരു തഫ്സീർ. ഗർഭമുണ്ടായപ്പോൾ പ്രാർത്ഥിച്ചു, ലൈന ആതിയതന സാലിഹൻ ലനകൂനന്ന മിന ശാകിരീൻ, നല്ലൊരു കുട്ടീനെ തന്നാൽ ഞങ്ങൾ നന്ദി കാണിക്കാം. ദഅവല്ലാഹ് എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് മുത്തഹരിക്കല്ലേ, അടുത്തുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ ലമീറു റഫഇ അസാക്കിൻ വേണമെങ്കിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് അലിഫ്, വാവ്, യാ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് 3 വന്നാൽ മാദിയായ ഫെയിൽ ഓരോ സന്ദർഭത്തിലും എങ്ങനെ പ്രതികരിക്കും? മാദിയായ സാലിം എങ്ങനെ പ്രതികരിക്കും? ലമീറു റഫ് സാക്കിനായ അലിഫ്, വാവ്, യാവ് എന്നിവ വരുമ്പോൾ മാദിയായ സാലിം എങ്ങനെ, മാദിയായ മഹ്മൂസ് എങ്ങനെ, മാദിയായ മുദഅഫ് എങ്ങനെ? അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുദാരി നോക്കണം. അതാണ് മാദി മുദാരി ഉണ്ടല്ലോ അല്ലേ. നമുക്ക് മാദി നോക്കാം. അപ്പോൾ തഫ്അലീനിൻ്റെ കേസ് ഒഴിവാക്കപ്പോൾ തൽക്കാലം, കാരണം മുദാരിയിൽ കുറച്ചധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി, അലിഫും വാവും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നാഖിസിൻ്റെ അവസ്ഥ എന്താണ്? ദഅ എന്നുള്ളത് ദഅവ എന്നായി. മറ്റേതെന്താ ഉദാഹരണം പറഞ്ഞത്? വക എന്നുള്ളത് വഖയ എന്നായി. ഇനി ഒരു റുബാഇൻ്റെ ഉദാഹരണം പറഞ്ഞാണ് നാഖിസിന്. അഹ്യ എന്താണ്? യുഹ്യി അല്ല അഫൻ അമീറല്ലേ ചേർക്കണ്ടേ. അഹ്യ, അഹ്യയ. വേറൊന്ന് ഇസ്തൽഖ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ചാരിയിരുന്നു, അങ്ങനെ ഇസ്തൽഖ. അതിൻ്റെ എന്താണ്? ഇസ്തൽഖയ. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? സുലാസി ആണെങ്കിൽ എങ്ങോട്ടാണ് മാറ്റിയത്? അസ്ലിലേക്ക് മാറ്റി. അപ്പോൾ ദഅ എന്നുള്ളത് എന്തുകൊണ്ടാണ് ദഅവ എന്നായത്? ദഅൻ്റെ ആ അലിഫ് അസ്ലിൽ വാവായിരുന്നു. ഈ അസ്ൽ എപ്പോഴാണ് മനസ്സിലാവുക? മുദാരി നോക്കുക, മസ്ദർ നോക്കുക, ഇങ്ങനെയൊക്കെ നോക്കിയാൽ അസ്ൽ മനസ്സിലാവും ആ അക്ഷരത്തിൻ്റെ. മുദാരി നോക്കിയാൽ അതാണ് എളുപ്പമുള്ളൊരു വഴി. ഒരു ഫെയിലിൻ്റെ അസ്ൽ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഇബ്ദാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, അക്ഷരങ്ങൾ അങ്ങോട്ട് മാറ്റുന്നത്.
ആ മാറ്റൽ പ്രക്രിയക്ക് വിധേയമായ ഒരു വാക്കായിരിക്കും നമ്മൾ മുമ്പിൽ ഇപ്പോൾ കിടക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള മാർഗ്ഗം എന്താണ്? നമ്മൾ പണ്ട് അസ്ലും സിയാദത്തും മനസ്സിലാക്കാനുള്ള മാർഗ്ഗം പറഞ്ഞു, അതിൻ്റെ എല്ലാ തസ്രീഫും നോക്കുക. ഇവിടെ അതല്ല, ഇവിടെ അതിൻ്റെ അസ്ലിയായ അക്ഷരത്തിൽ തന്നെയുള്ള മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദഅ എന്നുള്ളതിൽ ദാലും ഐനും അലിഫൊക്കെ അസ്ലിയായ അക്ഷരങ്ങളാണ്. പക്ഷേ ഈ അസ്ലിയായ അക്ഷരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് പണ്ട്. വാവ് മാറി വന്ന ആളാണ് ഈ അലിഫ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള വഴിയാണ്, ഇസ്മാണെങ്കിൽ അതിൻ്റെ മുസന്ന എടുത്ത് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് യദുൻ. യദുൻ എന്നുള്ളതിൽ പണ്ട് യദയുൻ എന്നായിരുന്നു. യദയുൻ യദവുൻ എന്നായിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കുക? അതിൻ്റെ മുസന്ന നോക്കിയാൽ മതി. യദവാനി. അഫ്വൻ യദയുൻ എന്നാണ്. യദയുൻ അത് ജംഅ നോക്കിയാൽ മനസ്സിലാവും. ഐദി എന്നാക്കുമ്പോൾ ആ യാ തിരിച്ചു വന്ന്. അതുപോലെ ഫിഅലാണെങ്കിൽ തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ് മുളാരി എടുത്ത് നോക്കുക. ഇപ്പോൾ കാലിൻ്റെ മുളാരി എന്താണ്? യഖൂലു. അപ്പോൾ ആ കാല കവലയായിരുന്നു, മുളാരിയാക്കിയപ്പോൾ ആ വാവ് തിരിച്ചു വന്നു. അപ്പോൾ ഇസ്മാണി എന്ത് ചെയ്യും? ജമ്മ എടുത്ത് നോക്കും, ചിലപ്പോൾ മുസന്ന എടുത്ത് നോക്കിയാലും കിട്ടും. ഇപ്പോൾ സമാഇൻ്റെ ആ ഹംസ ആ മുമ്പ് വാവായിരുന്നു, അതെപ്പോഴാണ് മനസ്സിലാവും? സമാആത്തുൻ എന്ന് പറയുന്നില്ലല്ലോ. മസ്തർ ഫെയിലാണെങ്കിൽ മസ്തർ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ മസ്തർ കാല യഖൂലു കൗലിലും വാവുണ്ടല്ലോ. അപ്പോൾ ഇസ്തൽഖ നമ്മളേതാ പറഞ്ഞത്? ദഅ എന്നുള്ളത് എന്തായി? ആ അലിഫ് പോയിട്ട് ദഅവ എന്നായി. അപ്പോൾ ലമീറു റഫ് സാക്കിൻ വന്നപ്പോൾ സുലാസിയായ ഫെയിൽ അതിൻ്റെ അസിലേക്ക് പോയി. രണ്ടാമത്തെ ഉദാഹരണം എന്താ പറഞ്ഞത്? സുലാസിക്ക് വക്ക എന്തായി? യഖീ എന്നായി. അപ്പോൾ വക്ക എന്നുള്ള ഫെയിലിൽ വാവും കാഫും അലിഫാണ്. പക്ഷേ ആ അലിഫ് എന്തായിരുന്നു? മുമ്പ് കാലത്ത് യാ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അസിലേക്ക് മടങ്ങി. അതുകൊണ്ടാണ് വക്ക എന്നുള്ളതിൻ്റെ മുളാരി യഖീ എന്നാണല്ലോ. ലാസ്റ്റ് യാ തിരിച്ചു വരുന്നുണ്ട്. മുളാരി ആക്കുമ്പോൾ അസിൽ പുറത്തു വരുമെന്ന് പറഞ്ഞു. അതുപോലെ മുളാരി ആക്കുമ്പോൾ പുറത്തു വരുന്ന പോലെ തന്നെ ലമീറു റഫ് സാക്കിന് വന്നാൽ അതതിൻ്റെ അസിലേക്ക് പോകും. ഇനി സുലാസി അല്ലാത്ത ബാക്കിയെല്ലാം അതിൻ്റെ അവസാനത്തെ അലിഫ് എന്താവും? അവസാനത്തെ അലിഫ് യാ ആവും. ഇപ്പോൾ ഇസ്തൽഖി എന്നായിരുന്നു. അഫ്വൻ ഇസ്തൽഖയാ. ലമീർ റഫല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലമീർ റഫി അസാക്കിൻ. ഇസ്തൽഖ എന്നുള്ളതിൻ്റെ കൂടെ രണ്ടാൾ എന്നുള്ള അലിഫ് വന്നപ്പോൾ എന്തായി? ഇസ്തൽഖയാ എന്നായി. വേറൊരു ഉദാഹരണം, ഇസ്തർഖ, ഇസ്തഷ്ഫ എന്നാണതാ? ഷിഫ തേടി, ഒരു ചികിത്സിക്കാൻ പോയി. അപ്പോൾ രണ്ടാൾ പോയി എന്നുള്ളത് എന്താ പറയുക? ഇസ്തഷ്ഫയാ. ജമാണെങ്കിൽ ഇസ്തഷ്ഫൗ. ജംഇനെ കുറിച്ച് ഈ ബാബിൽ പറയുന്നത് കണ്ടിട്ടില്ല. അള്ളാഹു അലം ചിലപ്പോൾ അവിടെ ഒരു ഹദ്ഫോ ഇസ്തഷ്ഫയൗ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. ഇപ്പം നിലവിൽ നമ്മൾ മൂന്നാൾ ചികിത്സക്ക് പോയി എന്നുള്ളതിന് ഇസ്തഷ്ഫൗ എന്നാണ് പറയുക. അതെന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം ഈ ബാബിൽ ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ ഊഹിക്കുന്നത് അതിലൊരു ഇബ്ദാൽ നടന്നിട്ടുണ്ടാവും. അത് അവസാനത്തെ ബാബിൽ പഠിക്കും. അപ്പോൾ നിലവിൽ അലിഫിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, നാഖിസായ ഫിഅലിൽ ലമീറു റഫ് അസാക്കിന് വരുമ്പോൾ രണ്ടവസ്ഥയുള്ളത്. ഒന്ന് സുലാസി ആണെങ്കിൽ എന്താണ്? സുലാസി യുഖ്ലബു അല്ലെങ്കിൽ യുറദ്ദുൽ അലിഫു ഇല അസ്ലിഹി. യുറദ്ദുൽ അലിഫ് മാത്രമാണോ? ഹർഫുൽ ഇല്ല എന്ന് പറയാം അല്ലേ? യുറദ്ദു ഹർഫുൽ ഇല്ലത്തി ഇല അസ്ലിഹി. ഉദാഹരണം ദഅ ദഅവ അല്ലേ? ഈ അലിഫ് എന്തായി? അതിൻ്റെ അസ്ലിലേക്ക് പോയി. അതുപോലെ വക്കൻ്റെ അവസാനത്തെ അക്ഷരം എന്താ? അലിഫ്. ഇത് അലിഫാണ്. അലിഫുൻ നായിമ, ഉറങ്ങിക്കിടന്ന അലിഫാണ്. വക്ക എന്താവും? വക്ക യാ. അപ്പോൾ ഈ അലിഫ് ഇങ്ങനെ എഴുതാൻ തന്നെ ഒരു കാരണം അതാണ്. അത് പണ്ട് യാ ആയിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. അതെന്തായി? അതിൻ്റെ അസിലേക്ക് ആ പുള്ളിയൊക്കെ പുറത്ത് വന്നു അലിഫുൽ ഇസ്നൈൻ വന്നപ്പോൾ. ക്ലിയർ അല്ലേ? ഇനി ഇത് സുലാസി അല്ലെങ്കിലോ? ഗൈറു സുലാസി മൊത്തം ഒറ്റ വകുപ്പാണ്. ഗൈറു സുലാസി ആണെങ്കിൽ അലിഫ് എന്താവും? യാ.
റുബായിൻ്റെ ഉദാഹരണങ്ങൾ പറയും, അപ്പോൾ മനസ്സിലാവും. അഹ്യ, അഹ്യ, അഹ്യയ. ഇസ്തസ്ക അത് റുബായി അല്ലല്ലോ. തവല്ല, തവല്ല 5 അക്ഷരം. തവല്ല, തവല്ലയ. അലിഫല്ലാത്തൊരു ഉദാഹരണം പറയും. വാവേ ഉണ്ടാവുള്ളൂ, യാ ഉണ്ടാവില്ല. വാവ് റുബായിൽ അല്ലെങ്കിൽ സുലാസി അല്ലാത്തൊരു ഫേല് അവസാനത്തിൽ വാവുള്ള ഉണ്ടോ? അതിന് ഒക്കെ അലിഫാണല്ലോ കിട്ടുന്നത് അല്ലേ? അലിഫ്. ഇസ്തവയ. എന്തായാലും അലിഫ് യാ ആക്കി മാറ്റും എന്ന് പറയും തൽക്കാലം. അലിഫ് യാ ആയി മാറും. അതിരിയോ? അതിരി മാതി അല്ലേ നമ്മൾ പറഞ്ഞെടുക്കുന്നത്? മാതി. അദ്റ അലിഫാണ്. മാതി സുലാസി ഉണ്ട് വാവുകൊണ്ട് അവസാനിക്കുന്നത്. സറുവ, സറുവ എന്നാണ് എന്താ? ഷറുഫ എന്നുള്ള അർത്ഥമാണ്. സറുവ എന്ന് വരും. ഒരു അലിഫ് ഏതും എക്സ്ട്രാ. സറുവ ആദ്യം വാവ് മാത്രമായിരുന്നു, അതിനേശ്വരം അലിഫ് വന്നു. രണ്ടാളെന്ന് പറയുമ്പോൾ ഒരു അലിഫ് വന്നു. ഇല്ല ഇല്ല, ജമ്മാക്കിയില്ലല്ലോ. ആക്കുമ്പോൾ സറുവ, സറുവ, സെറുവു ഒരു വാവും കൂടി വരും. ഇല്ലല്ല, വാവ് ഒരുപോലെ തന്നെ, ഒരു വാവും കൂടി എക്സ്ട്രാ ചെയ്തു. അലിഫ് ഇടും. അലിഫുൽ ഫാരിഖ. ഇല്ല 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 അല്ല, ജമ്മാണി 2 വാവുണ്ടാവും. സെറുവ, സെറുവ, സെറുവു, സെറുവ, സെറുവ, സെറുവു. ശരി, അടുത്തത് ലഫീഫ് മഫ്രൂഖ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒരു സുലാസി അല്ലാത്ത ഫേല് അവസാനം വാവോ യാ കൊണ്ട് കിട്ടിയാൽ പറയും. നമുക്ക് നോക്കാം. അൽ ലഫീഫുൽ മഫ്രൂഖ്. ലഫീഫ് മഫ്രൂഖ് ആണെങ്കിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ലഫീഫ് മഫ്രൂഖ് എന്ന് പറഞ്ഞാൽ അതുപോലെ ലഫീഫ് മക്റൂൻ എന്ന് പറഞ്ഞാലും രണ്ടും നാക്കിസാണ് ഒരു നിലക്ക് അല്ലേ? അവസാനത്തെ അക്ഷരം എല്ലാത്തിൻ്റെ അക്ഷരമല്ലേ? അപ്പോൾ നാക്കിസിന് പറഞ്ഞ ഈ സംഗതികളൊക്കെ അവിടെയും ബാധകമാണ്. ഉദാഹരണം വക്ക. വക്ക നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞ്. പിന്നെ വേറെ ഉദാഹരണം മക്റൂന് ഒരു ഉദാഹരണം നവ. നവ എന്ന് പറഞ്ഞാൽ നിയത്ത് വെച്ചു. നവ എന്താ വരിക? നമ്മൾ പറഞ്ഞ സുലാസി ആയതുകൊണ്ട് അതെന്ത് ചെയ്യും? അസിലേക്ക് പോകും. നവൻ്റെ അസിൽ എന്താണ്? നിയ്യത്ത്. നിയ്യത്ത് എന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാലോ. നിയ്യത്തിൻ്റെ യാ ആണ് വാവക്കായി മാറിയിട്ടുള്ളത്. അപ്പോൾ നവയിത്തു, നവയ, നവയ, നവ എന്താവും? നവയ. ഈ അലിഫ് എന്തായി? അസിലേക്ക് പോയി. ഷവ. ഷവ, ഷവയ. ശരി, അപ്പോൾ ഷവ, ഷവയ. ശരി, അപ്പോൾ മാളി ആയിട്ടുള്ള ഫെയിലിനോട് ലമീറു റഫ് സാക്കിൻ വന്നാൽ ഓരോന്നിൻ്റെയും അവസ്ഥ ഇതാണ്. അതിൽ നാക്കിസിന് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം അല്ലേ? നാക്കിസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി അടുത്തത് എന്താണ്? മുദാരി. ഇതിൻ്റെ മുദാരി, അതായത് ലമീറു റഫ് സാക്കിൻ, അത് മുദാരിൻ്റെ കൂടെ ഏതൊക്കെ വരിക? മാദിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു അലിഫും വാവും മാത്രമാണ്. യാ മുദാരിൻ്റെ കൂടെ ഉള്ളൂ. പക്ഷേ മുദാരിൻ്റെ കൂടെ ഇത് മൂന്നും വരും. കാരണം എഫ് അലാനിയിൽ അലിഫുൽ ഇസ്നൈൻ ഉണ്ട്, എഫ് അലൂനയിൽ വാവുൽ ജമാ ഉണ്ട്, തെഫ് അലീനയിൽ യാ ഉണ്ട്. മുദാരിയിൽ ഇതെല്ലാം വരും. അലിഫ് വാവ് യാ വരുമ്പോൾ സാലിമിൻ്റെ അവസ്ഥ എന്താണ്? യക്തുബു എന്നുള്ളത് യക്തുബാനി, യക്തുബൂന, തക്തുബീന ഒരു മാറ്റമല്ല. അപ്പോൾ ലാ യതഗയ്യറു ഷൈ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാ യതഗയ്യറു ഷൈ.
ഇനി മഹ്മൂസ് ആണെങ്കിലോ അതുപോലെ തന്നെ ഒരു മാറ്റമില്ല. അക്കല അതിന് മുതാരി യക്കുലു, യക്കുലാനി, യക്കുലൂന, തേക്കുലീന, മാറ്റമൊന്നുമില്ല. മുദഅഫ് ആണെങ്കിൽ അവിടെ ഒരു മാറ്റമുണ്ട്. മുദഅഫ് എന്താണ്? മദ്ദ യമുദ്ദു, രണ്ടാളാണെങ്കിൽ യമുദ്ദാനി, മാറ്റില്ല. യമുദ്ദൂന മാറ്റല്ല. പക്ഷേ യാ അൽ മുഖാത്തബ് വരുമ്പോൾ എന്താണ്? തമുദ്ദീന അല്ല, അതല്ല. എപ്പോഴാണ് അത്? അതിവിടെ മാറ്റില്ല. അത് നൂനു നിസ്ബ വരുമ്പോഴല്ലേ യമുദ്ദൂന, മാറ്റമൊന്നുമില്ല. അടുത്തത് മിസാൽ ഉദാഹരണം വഅദ യഇദാനി യഇദൂന, മാറ്റമൊന്നുമില്ല. അജ്വഫിലാണ് മാറ്റമുള്ളത്. അതും ദമീർ റഫ മുത്തഹരിക്കിലാണ്. കൊൽത്തു ഹദഫ് വരുന്നത് മുത്തഹരിക്കിലാണ്, മാറ്റില്ല. നാഖിസിൽ ഇല്ല. കാലൻ്റെ മുതാരി എന്താ? യക്കൂലു. കാല അജ്വഫ് അല്ലേ? അജ്വഫ്. കാല യക്കൂലു, യക്കൂലാനി, യക്കൂലൂന, തക്കൂലീന, ഒന്നും മാറ്റമൊന്നുമില്ല. നാഖിസിലാണ് മാറ്റമുള്ളത്. അതായത് ദമീർ റഫ സാക്കിന് വരുമ്പോൾ മാറ്റം വരുന്നത് മാദി ആയാലും മുതാരി ആയാലും നാഖിസിൽ മാത്രമാണ്. നാഖിസിൽ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെയല്ല. നാഖിസിൻ്റെ ഉദാഹരണം പറയും. നഹ, നഹൻ്റെ മുതാരി യൻഹ, അത് രണ്ടാളാണെങ്കിൽ യൻഹയാനി. നഹ നമുക്ക് മുതാരി അല്ലേ പറയുന്നത്, യൻഹ. ഞാൻ വേറെ ഉദാഹരണം പറയാം, കാരണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള ഉദാഹരണം പറയാം. യക്ഷ, യക്ഷൻ്റെ രണ്ടാളാണെങ്കിൽ എന്താ എങ്ങനെ പറയാം? യക്ഷയാനി. ഈ അലിഫ് എന്തായി? യാ ആയി മാറി അല്ലേ? റമ, അതിൻ്റെ മുതാരി യർമി. യർമി രണ്ടാളാണെങ്കിൽ യർമിയാനി. ദഅ മുതാരി യദ്ഉ, യദ്ഉ, യദ്ഉവാനി. ഇപ്പോൾ എന്താ സംഭവിച്ചത്? അലിഫ് അതിൻ്റെ അസിലേക്ക് മാറി. അലിഫിൻ്റെ ഈ യക്ഷൻ്റെ അലിഫിൻ്റെ അസിൽ എന്തായിരുന്നു? യാ ആയിരുന്നു. എന്നാൽ റമ യർമി എന്നുള്ളതോ അത് അങ്ങനെ തന്നെ, യാ തന്നെ. വാവും അങ്ങനെ തന്നെ. അപ്പോൾ വാവും യാവും അതുപോലെ തന്നെ നിൽക്കും. അലിഫ് എന്തായി മാറും? യാ ആയിട്ടാണോ അതിൻ്റെ അസലായിട്ടാണോ മാറുക? യക്ഷ എന്നത് അലിഫായിരുന്നല്ലോ, അത് യാ ആയി മാറി. ഈ അലിഫിൻ്റെ അസിൽ എന്തായിരുന്നു? യാ ആയിരുന്നു. അപ്പോൾ അലിഫ് അസിലേക്ക് പോകും. അതുപോലെ യാവും വാവും അതുപോലെ തന്നെ നിൽക്കും. അല്ല, ഒരുപോലെയല്ല. മാദിയിൽ എങ്ങനെയായിരുന്നു? മാദിയിൽ സുലാസി ആണെങ്കിൽ ഒറിജിനിലേക്ക് പോകും. സുലാസി അല്ലാത്തതൊക്കെ യാ ആയി മാറുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അലിഫാണെങ്കിൽ ഒറിജിനിലേക്ക് പോകും, വാവ് യാ ആണെങ്കിൽ അതുപോലെ നിൽക്കും. ഇതാണ് മാദി മുതാരി തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ, കാരണം വാവും യാവും അസ്ൽ തന്നെ ആയിരിക്കും. അലിഫാണ് ഈ വാവ് മാറിയിട്ട് അലിഫിലേക്ക് വരും, യാ മാറിയിട്ട് അലിഫിലേക്ക് വരും. അലിഫിലേക്കാണ് വരുന്നത്, മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് അതിൻ്റെ അസലിലേക്ക് പോകും. മറ്റേത് രണ്ടും ഓൾറെഡി അസലാണ്. ഇതാ യക്ഷ അല്ലല്ല, അത് അലിഫാണ്, കിടക്കുന്നതാണല്ലോ. അലിഫുൻ നായിമാണ്. ഇത്രയും പറഞ്ഞ ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ദമീറു റഫ് സാക്കിൻ ആയിട്ടുള്ള അലിഫ് വാവും യാവും മാദിയായ ഫിഅലിൻ്റെ കൂടെ വരുമ്പോൾ ആ ഫിഅൽ സാലിമാണോ മഹ്മൂദാണോ മുദഅഫാണോ മിസാലാണോ അജ്വഫാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന മാറ്റങ്ങൾ. ആ മാറ്റം എന്തായിരുന്നു? എവിടെ ഒരു മാറ്റമില്ല. ആകേണ്ടത് നാഖിസിലായിരുന്നു. നാഖിസിൽ എന്തായിരുന്നു സംഭവിച്ചത്? സുലാസി ആണെങ്കിൽ അതിൻ്റെ ആ ഇല്ലത്തിൻ്റെ അക്ഷരം അസിലേക്ക് മടങ്ങും. സുലാസി അല്ലാത്ത റുബായിയോ ബാക്കിയുള്ളതോ ആയിരുന്നെങ്കിൽ അത് യാ ആയി മാറും. അലിഫ് മുത്തലക്കൻ യാ ആയി മാറും. അതായിരുന്നു സംഭവിച്ചത്. മുദാരി ആണെങ്കിൽ ഇവിടെ ഒന്നും മാറ്റില്ല. നാഖിസ് എന്ത് സംഭവിക്കും? അവസാനത്തെ അക്ഷരം അലിഫാണെങ്കിൽ അതതിൻ്റെ അസിലേക്ക് പോകും. അലിഫ് അല്ലാത്ത വാവോ യാ ആണെങ്കിൽ അതുപോലെ തന്നെ നിൽക്കും. ക്ലിയർ അല്ലേ ഇത്? ലഫീഫ് എന്താണ്? നാഖിസിൻ്റെ അതേപോലെ തന്നെ. ഉദാഹരണം
ലഫീഫിന്? വക്കാ യക്കി മഫ്റൂഖ് യക്കിയാനി. വക്കാ യക്കി അലിഫാണ്, അല്ല യാ ആണ്, അതുപോലെ തന്നെ നിന്നു. യക്കിയാനി. മക്രൂൻ്റെ നവ എൻവി, എൻവിയാനി. നവ മക്രൂൻ രണ്ടും ഇല്ലത്തിൻ്റെ അക്ഷരമല്ലേ? ഇല്ലത്ത് ഹർഫ ഇല്ല, ഇല്ലത്തിൻ്റെ രണ്ടക്ഷരങ്ങളാണ്. നവ എൻവി. നമ്മൾ ഇതിനെക്കുറിച്ചാണല്ലോ പറയുന്നത്, മുദാരിനെ കുറിച്ചാണല്ലോ. അത് രണ്ടാളാണെങ്കിൽ എൻവിയാനി. അവസാനം യാ ആയതുകൊണ്ട്. അവസാനം അലിഫായിരുന്നെങ്കിലോ? അവസാനം അലിഫ് വരുന്ന ഒരു ലഫീഫ് മക്രൂൻ ഏതാളുള്ളത്? തൊവ അല്ല, അപ്പോൾ എത്തുവി എന്നാവും. മുദാരിയിൽ അവസാനത്തിൽ അലിഫ് ആണല്ലോ. ഹഷിയ യക്ഷ അല്ല, അത് ലഫീഫല്ല. ലഫീഫ് കുറവാണ്, പ്രയാസമായിരിക്കും. എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ പറയാം. ഇത് എളുപ്പമാണ് സംഗതി, കുറച്ചധികം വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ ദമീർ റഫ സംഭവം ഒന്നുമില്ല. യാ എന്താ വരാത്തത്? അലിഫുള്ളതൊക്കെ മുദാരി ആവുമ്പോൾ, അഫൻ മുദാരിയിൽ യാ വരുന്നതാ. ഇതാ എർമി, വാ വരുന്നത് എർമിയാനി, യദുആനി. അലിഫ് വരുന്നത് എങ്ങനെ? ഈ ലമീറ ഉദ്ദേശിച്ചത്. ഓക്കെ. തഫ്അലീന. അപ്പോൾ തന്നെ നോക്കാം നമുക്ക്. യക്ഷ യക്ഷയാനി, തഖ്ഷൈന, തഖ്ഷൈന. യാ എന്നല്ലേ ഇവിടെ? യാ എന്നല്ലേ? ഈ അലിഫ് എന്തായി? യാ ആയി മാറി. തഖ്ഷൈന. അതുപോലെ ഇവിടെ യർമി, ഇതെന്താവും? തർമീന. ഇവിടെ അലിഫ് യാ ആയി മാറുന്നു. അതാണ് ഇവിടെ നടന്നത്. അത് ഇങ്ങോട്ട് വന്നപ്പോഴും ഇതന്നെയാണ് നടന്നത്, ഇവിടെ തന്നെയാണ് നടന്നത്. തഖ്ഷൈന, തഖ്ഷൈന. യർമി എന്നുള്ളത് എന്തായി? യാ ഇവിടെ നിലനിന്നു. അതേപോലെ തന്നെ യാ നിലനിൽക്കും. തെർമീന അല്ലേ? യദ്ഉ എന്നുള്ളത് യദ്ഉവാനിയായി. ഈ വാവ് അതുപോലെ തന്നെ നിന്നു. അതുപോലെ ഒരു പെണ്ണിനോടാണെങ്കിൽ എന്ത് പറയും? തദ്ഈന എന്നാ? ഒന്ന് നോക്കാം. ദഅൻ്റെ തസ്രീഫ് തദ്ഉവീനല്ലേ? തദ്ഉവീന. നോക്കാം. എങ്ങനെ? തദ്ഈന. വാവ് ഹദ്ഫിയും. അൻതി തദ്ഈനാണ്. ഒരു മിനിറ്റ്, പറഞ്ഞുതരാം. എല്ലാത്തിനും പരിഹാരമുണ്ട്. തദ്ഉവീന എന്ന് പറയുന്നില്ല. അതിവിടെ ഒരു മസലയാണ്. എന്തുകൊണ്ടാണ്? അല്ല, അത് ഇബ്ദാലാണ്. തദ്ഉവീന ആയിരുന്നു. അപ്പം നമുക്ക് തൽക്കാലം ഇപ്പം തദ്ഉവീന തന്നെ പറയാം. ഈ വാവ് യദ്ഉവാനി, അതുപോലെ തദ്ഉവീന. വാവ് അതുപോലെ തന്നെ ഉണ്ട്. ഒരു സുഖമില്ലല്ലോ. ആ സുഖമില്ലാത്തതുകൊണ്ടാണ് തദ്ഈന എന്നായത്. അതെ. മാഷാ അല്ലാഹ്, അൽത്താഫ് കണ്ടുപിടിച്ച്. തദ്ഉവീന എന്നുള്ളതിൻ്റെ ഉ എന്നുള്ള ലമ്മല്ലേ, പിന്നെ ഇപ്പുറത്ത് വാവും. അപ്പോൾ രണ്ട് ലമ്മ് വന്ന പോലെയാണ്. കാരണം രണ്ട് വാവ് വന്ന പോലെയാണ്. ലമ്മ് വാവിൻ്റെ ഒരു കുട്ടിയാണ്. അപ്പോൾ തദ്ഉ, പിന്നെ വി, പിന്നെ പോരാത്തിന് വാവ് എല്ലാത്തിൻ്റെ അക്ഷരമാണ്. ഒരു അടി കിട്ടാൻ കാത്തിരിക്കുകയാണ് പോവാൻ. അപ്പോൾ അതും കൂടി ഒക്കെ ഒത്തു വന്നപ്പോൾ അപ്പുറത്ത് യാ ആണ്. അതെ, ആ വാവ് പോയി കഴിഞ്ഞാൽ പിന്നെ യാ ആണ്.
യാഇനെ പറ്റിയ ഹർക്കത്ത് ഏതാ? കസറാണ്. ആ അലിഫ് യാ ആവും. അലിഫ് യാ ആകും, യാവും വാവും അതുപോലെ തന്നെ നിലനിൽക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ